എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരുമോ എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ആന എന്ന ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകും. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി അത് പ്രകടിപ്പിക്കുന്നതിന് തുനിയുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ ഒരു പരിധി വിട്ട് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയിക്കുന്നതിന് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ആ മനസ്സിൻ്റെ ഉള്ളിൽ പ്രാധാന്യമുള്ളപ്പോഴും ആ വ്യക്തി കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. ആ വ്യക്തി കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്ന സ്നേഹം, നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്ന ഇഷ്ടം, നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്ന പരിഗണനകൾ, അതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഉണ്ട്. പക്ഷേ അതൊന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വാസപ്പെടുത്താനോ നിങ്ങളത് അറിയണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹം ഉള്ളിൽ തന്നെ വെക്കുകയാണ്. നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതുപോലെ, നിങ്ങളെ പരിഗണിക്കാത്തതുപോലെ ആ വ്യക്തി സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി എന്നെ കുറേ കൂടി പരിഗണിച്ചെങ്കിൽ. കാരണം എന്നെ സ്നേഹിക്കുന്നില്ല ആ വ്യക്തി എന്നുള്ള പരാതി നിങ്ങൾക്കുണ്ട്. കാരണം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയോ എന്നോട് താല്പര്യത്തോടെ സംസാരിക്കാനും അടുക്കാനും കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് എന്നെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക? മാത്രമല്ല, ഞാനല്ലാത്ത ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷേ എന്നെ ബോധപൂർവം അവോയ്ഡ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി അത് നിങ്ങളിൽ വിശ്വസിപ്പിക്കുകയാണ്. കാരണം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അഗമമായ പരിധിയില്ലാത്ത സ്നേഹത്തെ നിങ്ങളെ അറിയിച്ച് ഒരു പ്രതിസന്ധി ആക്കണ്ട എന്ന് ആ വ്യക്തി കരുതുന്നു. ഒരിക്കലും നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ആ വ്യക്തിക്കുള്ള സ്നേഹം, ഇഷ്ടം, താല്പര്യമൊന്നും അറിയാതിരിക്കാനായിട്ട് ആ വ്യക്തി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹം ഒന്നും കാണാൻ കഴിയില്ല. ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത പോലെ, പ്രത്യേകിച്ച് നിങ്ങളോടുള്ള കാര്യങ്ങൾക്ക്, നിങ്ങളോടുള്ള സമീപനങ്ങൾക്കൊന്നും താല്പര്യമില്ലാത്തതുപോലെ ആ വ്യക്തി അഭിനയിക്കുന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ വന്ന് കാണാൻ ആഗ്രഹമുണ്ട്. നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയല്ല, ഓരോ നിമിഷവും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാത്ത തരത്തിൽ ആ വ്യക്തി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അടുത്തതായിട്ട് ട്രെയിൻ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതം, ഒരു യാന്ത്രികമായ ജീവിതമാണ് തൻ്റേത് എന്ന് ആ വ്യക്തി എല്ലാവരെയും വിശ്വസിപ്പിക്കുകയാണ്. തൻ്റെ മനസ്സിൽ പ്രണയമില്ല, ആകർഷണമില്ല, കാൽപ്പനികതയില്ല. താൻ ഒരു എൻജിൻ ഓൺ ചെയ്ത് അല്ലെങ്കിൽ ആ എൻജിൻ യന്ത്രം പ്രവർത്തിച്ച് എന്നതുപോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. തനിക്ക് ഇപ്പുറത്തേക്കും ഒരു ചിന്തയില്ലെന്നും താൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ലെന്നുള്ള ഒരു രീതിയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തി. ഒരിക്കൽ പോലും പരിധി വിട്ട ഒരു കാര്യങ്ങൾക്ക് നടക്കുകയോ പരിധി വിട്ട ഒരു കാര്യങ്ങളുമായി ചിന്തിച്ചു പോവുകയോ ചെയ്യുന്നില്ല. എപ്പോഴും തൻ്റെ തീരുമാനങ്ങളും തൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ ഒരേ രീതിയിൽ കടന്നു പോകുന്ന ഒരു വ്യക്തി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയമുണ്ട്. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു യാന്ത്രികമായ ജീവിതം മാത്രം നയിക്കുന്ന ഒരു വ്യക്തി, പ്രണയത്തിനോ ഇഷ്ടത്തിനോ താല്പര്യങ്ങൾക്കോ കാൽപ്പനികതയ്ക്കോ ഒന്നും ഒരു സ്ഥാനമില്ലാത്തൊരു വ്യക്തിയാണ് താനെന്ന് എല്ലാവരെയും ആ വ്യക്തി ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് കാൽപ്പനിക സംഭവവികാസങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വ്യക്തി അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട്, അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് വേറെ രീതിയിൽ ചിന്തിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും അത്തരമൊരു കാൽപ്പനിക ചിന്തയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ള രീതിയിലാണ് കടന്നു പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി സദാസമയവും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നു, നിങ്ങളെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു ആ വ്യക്തിയിൽ അങ്ങനെ ഒരു ചിന്തയില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നോ പരിധി വിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നോ
എന്ന ഒരു വിശ്വാസവും നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്കങ്ങനെ വിശ്വസിക്കാനും കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ഇതുവരെയുള്ള പെരുമാറ്റങ്ങൾ അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ നിമിഷവും നിങ്ങളെ സ്വപ്നം കണ്ട് പോകുന്ന, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് മറ്റ് ചിന്തകളില്ല, ആ വ്യക്തിക്ക് മറ്റ് ഇഷ്ടങ്ങളില്ല. എപ്പോഴും തൻ്റെ ജീവിതത്തിൽ നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ആ വ്യക്തി കരുതുന്നത്. നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. സദാസമയവും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നു, നിങ്ങൾ അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായ ആ വ്യക്തി മറച്ചു വെക്കുകയാണ്. താനത് ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല, തനിക്കതൊന്നും പ്രശ്നമല്ല, താൻ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിഗണിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തി കടന്നു പോകുന്നു. അതുതന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസവും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളോടുള്ള ഇഷ്ടം ഒരുപക്ഷെ നിങ്ങളോട് മുമ്പിൽ മറച്ചു വെക്കുന്നു. പക്ഷെ നിങ്ങളെയാണ് താല്പര്യം. അത് നിങ്ങൾക്ക് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.